സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്ന പോലെ UK ഞങ്ങൾ ധ്യാനത്തിന് വേണ്ടിയിട്ട് പോകുന്നു. കൈക്കാരന്മാരുടെയും അതേപോലെ തന്നെ കാറ്റഗിസം ടീച്ചേഴ്സിൻ്റെ ധ്യാനം ഈശോയുടെ കൃപയാൽ കരുണയാൽ നിങ്ങളുടെ പ്രാർത്ഥന സഹായം കൊണ്ട് നന്നായിട്ട് കഴിഞ്ഞു. ഇനി വൈദികരുടെ ധ്യാനം ഇന്ന് ആരംഭിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ UK നമ്മുടെ പനക്കിലച്ചനൊക്കെ ഡിവൈസ് സെൻ്ററിൻ്റെ അവിടെയാണ് കേട്ടോ. ക്രിസ്ത്യൻ രൂപതയ്ക്ക് വേണ്ടിയുള്ള അച്ഛന്മാരുടെ ധ്യാനമാണ്. പ്രാർത്ഥിക്കണേ. ഈ തണുപ്പത്ത്, നിങ്ങൾക്ക് തണുപ്പില്ല എന്നാലും എനിക്ക് ഈ തണുപ്പത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വചനം ഹെബ്രായ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യമാണ്. അതെങ്ങനെയാണ്? മോശ കൂടാരം തീർക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, പർവ്വതത്തിൽ വെച്ച് ഞാൻ നിനക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് എല്ലാം ചെയ്യുവാൻ ശ്രദ്ധിച്ചു കൊള്ളുക. അപ്പം മോശ മലമുകളിൽ പോയിരിക്കുമ്പോൾ ഈ കൂടാരം തീർക്കുന്ന സമയത്ത് ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പറയുന്നത് അതായത് പ്രധാന പുരോഹിതൻ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന ബലിപീഠം അതുമൊക്കെയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വചനം അവിടെ പറയുന്നത്. ഞാൻ ഇതിന് മറ്റൊരു പശ്ചാത്തലം പറയാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരു വീട് പണിയുമ്പോൾ കർത്താവ് തരുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മാതൃക അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഒരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ, അതായത് സാപത്ത് ലംഘിക്കുന്ന ഞായറാഴ്ചയോ അല്ലേ ലംഘിക്കുന്ന ഒരു ജോലിക്ക് പോകരുത് അല്ലേ, ഒരു വിവാഹത്തിൻ്റെ കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ അപ്പോൾ കർത്താവ് ബൈബിളിൽ പറഞ്ഞു തന്നിരിക്കുന്ന ചില മാതൃകകൾ, ചില രീതികളുണ്ട്. ആ വചനത്തിനനുസരിച്ച് ആ മാതൃകയ്ക്കനുസരിച്ച് എല്ലാം ചെയ്യാൻ. അതാണ് കർത്താവ്. അതെങ്ങനെ വെളിപ്പെട്ട് കിടന്നത്? പർവ്വതത്തിൽ മോശ പോയിരുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ പ്രാർത്ഥനയിരിക്കണം. പ്രാർത്ഥനയിൽ വചനത്തിലിരിക്കുമ്പോൾ സഭയുടെ പ്രബോധനങ്ങൾ കടന്നു പോകുമ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടും. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം, എന്നാലും ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. എൻ്റെ കർത്താവേ, ഈ വചനം കേട്ട് ഓരോരുത്തരും അനുഗ്രഹിക്കണേ. ഈ ഒരു വചനത്തിൻ്റെ സ്പിരിറ്റ് ഇവരിലെല്ലാവരിലും ആവസിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.